ഫ്രണ്ട്സ്, നമ്മൾ നമ്മുടെ പെങ്ങളെ കല്യാണം കഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പെങ്ങളുടെ ഭർത്താവിനെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? അളിയൻ, അളിയ അല്ലേ? അളിയ എന്നുള്ള വിളിയാണ്. അപ്പോൾ നമ്മൾ കൊല്ലക്കാർക്ക് ഈ പെങ്ങളെ കല്യാണം കഴിച്ച് കൊടുക്കാതെ തന്നെ നമുക്കെല്ലാം അളിയന്മാരാ. ആണോ? നമ്മൾ കൊച്ചിലെ 1ാം ക്ലാസ്സിൽ 2ലും ഒക്കെ പഠിക്കുമ്പോൾ, പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് കൊച്ചിൽ, ആ സമയത്ത് ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ അനുഭവമാണ്, ചോഴിയക്കോടുള്ള ഹരി KR, സഞ്ജു സോമൻ, മനുവളിയൻ, ഇങ്ങനെ ഷബി, ഇങ്ങനെ ഞങ്ങൾ അന്ന് മുതൽ അളിയ എന്നുള്ള വിളിയാണ്. അന്ന് മുതൽ കുഞ്ഞിലെ മുതൽ അളിയ എന്നുള്ള വിളിയാണ്. ഞങ്ങളങ്ങനെ ബെഞ്ചിൻ്റെ അറ്റത്ത് ഇങ്ങനെ കയറി ഇരുന്നിട്ട് നിരക്ക് ആരാണ് സൈഡിൽ ഇരിക്കുന്നത് അവനെ തള്ളിയിടുക. ഇതാണ് നമ്മുടെ ലക്ഷ്യം, അല്ലേ? അപ്പം നിങ്ങൾക്ക് അങ്ങനെയാണോ? കുഞ്ഞിലെ മുതൽ അളിയ എന്നുള്ള വിളി കേട്ടിട്ടുണ്ടോ? പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ UPS കാലഘട്ടം, UPS കാലഘട്ടത്തിലായപ്പോഴത്തേക്ക് മൊത്തവും അളിയന്മാരാണ്. ക്ലാസ്സിലെ ഫ്രണ്ട്സ്, അടുത്ത ഫ്രണ്ട്സ് മൊത്തം നമ്മൾ വിളിക്കുന്നത് എന്താണ്? അളിയ, എന്തുകൊണ്ട് അളിയ, വാ അളിയ, ഇരി അളിയ, തിന്നളിയ, അല്ലേ? അങ്ങനെയല്ലേ? അത് കഴിഞ്ഞ് അതിൽ തന്നെ നമുക്ക് ഏറ്റവും അടുത്ത ഫ്രണ്ട്സാണ് നൗഫൽ അളിയ, വാ അളിയ, അരുൺ അളിയ, ലാലു അളിയ, അല്ലേ? അങ്ങനെ നമ്മൾ റാഫി അളിയ, എല്ലാവരെയും അടുത്ത കൂട്ടുകാരെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? അളിയ എന്നുള്ള വിളിയ. നിങ്ങൾ അങ്ങനെയാണോ? ആണെങ്കിൽ കമൻ്റ് ഇടണം. അത് കഴിഞ്ഞ് നമ്മൾ സമാന്തര സർവീസ്, അത് കഴിഞ്ഞ് ഞാൻ സമാന്തര സർവീസാണ്. സമാന്തര സർവീസ് എന്ന് പറഞ്ഞാൽ എന്താ? ആളെ വിളിച്ച്, ജീപ്പിൻ്റെ അകത്ത് ആളെ വിളിച്ച് കയറ്റുക, അപ്പുറത്ത് കൊണ്ട് ഇറക്കുക, അവിടുന്ന് ഇങ്ങോട്ട് ആളെ വിളിച്ച് കയറ്റുക, ഇപ്പുറത്ത് കൊണ്ടുവന്ന് ഇറക്കുക. ഇതാണ് സമാന്തര സർവീസ്. അങ്ങനെ സമാന്തര സർവീസ് കാലഘട്ടത്തിൽ അന്നും നമ്മൾ ഡ്രൈവേഴ്സ് എല്ലാം അളിയന്മാരാണ്. അളിയൻ യഥാർത്ഥത്തിൽ സ്വന്തം അളിയൊന്നുണ്ട്, അതും ഡ്രൈവറാണ്. അങ്ങനെ ഞങ്ങൾ മൊത്തം അളിയന്മാരാണ്. സജികുമാർ അളിയ ഒരു അരയട അളിയാന്ന്. അങ്ങനെ എല്ലാ ഫ്രണ്ട്സും അവധി ദിവസങ്ങളിലും ഹർത്താൽ ദിവസങ്ങളിലും ഞങ്ങൾ വണ്ടി കഴുകാനൊക്കെ പോകുമ്പോഴത്തേക്ക്, അപ്പോൾ എല്ലാ അളിയന്മാരും കൂടെ ഞങ്ങൾ പോയി ആറ്റിൽ പോയി അങ്ങ് അറുമാദിക്കുക, വണ്ടിയും കഴുകി. അപ്പോഴും ഞങ്ങൾ പറയും, അളിയ ഒരു അരയട അളിയ ഒരു ഫുള്ളട അളിയ. അങ്ങനെ ഞങ്ങൾ തുരപ്പിൻ്റെ അവിടെ നമുക്കൊരു ശ്രീജി അണ്ണൻ എന്ന് പറയുന്നൊരു അണ്ണുണ്ട്. അണ്ണൻ്റെ വീട്ടിൽ പോകും. അപ്പോൾ ഈ സജികുമാർ അളിയനും പിന്നെ രഞ്ജിത്ത് അളിയന്, അങ്ങനെ ഞങ്ങൾ 2-3 പേരുണ്ട്. ഞങ്ങൾ അവിടെ പോയി വാറ്റടിക്കുന്ന കാര്യമൊക്കെയാണ് ഓർമ്മ വരുന്നത്. ഈ അളിയ എന്ന് പറഞ്ഞപ്പോൾ കാര്യം പറയുമ്പോൾ ഞങ്ങളങ്ങനെ അവിടെ പോയി, അന്ന് ഗ്ലാസ് കണക്കിന്, കുപ്പിയല്ല മേടിക്കുന്നത്, ഞങ്ങൾ ഓരോ ഗ്ലാസ് അടിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ വാറ്റടിച്ചിട്ട് അവിടുന്ന് ടച്ചിങ്സിന് കണ്ണിമാങ്ങ ഉപ്പിലിട്ടത്, അതാണ് ടച്ചിങ്സ്. അങ്ങനെ ഈ സമാന്തര സർവീസ് കാലഘട്ടത്തിലെ കുറേ അളിയന്മാരുമായിട്ട് ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ അന്നത്തെ കാര്യങ്ങൾ. അത് കഴിഞ്ഞ് പിന്നെ അളിയന്മാർക്ക് വേണ്ടി ചെറിയൊരു പ്രശ്നമുണ്ടായി. അതും ഏറ്റവും അടുത്ത അളിയന്മാരാണ്. അങ്ങനെ സമാന്തര സർവീസ് നടത്തുന്ന സമയത്താണ് അപ്പം നമ്മുടെ ഒരു അളിയന് ചെറിയൊരു പ്രശ്നമെന്ന് പറഞ്ഞാൽ, അളിയൻ്റെ പെങ്ങളെ ആരോ എന്തൊക്കെയോ പറഞ്ഞ് കല്യാണമൊക്കെ കഴിക്കുക. പക്ഷേ അങ്ങനെ പ്രശ്നങ്ങൾ. അങ്ങനെ ഞങ്ങളിത് ചോദിക്കാൻ പോയി. ഒന്നും പറയണ്ട അളിയ, ചോദിക്കാൻ രാത്രി 12 മണി, 12:10. അങ്ങനെ ഒന്നും പറയണ്ട അളിയ. അങ്ങനെ പിന്നെ ജാമ്യം എടുത്തത് എറണാകുളത്ത് നിന്നാണ്. അങ്ങനെയൊക്കെ ഈ അളിയന്മാർ കാരണം ഞങ്ങൾ 6-7 കേസ് പറഞ്ഞത് ഒരു 8 വർഷം പറഞ്ഞ അളിയ. ഈ അളിയന്മാരുടെ സംഭവം പറയുമ്പോഴത്തേക്ക് ഇതാണ് ഓർമ്മ വരുന്നത്. നമ്മളൊരു 8 വർഷം ഈ കേസ് പറഞ്ഞു. അളിയൻ്റെ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി പോയതാണ്. ഇങ്ങനെയുള്ള അളിയന്മാരുടെ വിശേഷങ്ങൾ ഉള്ളവർ കമൻ്റ് ഇടുക, മെസ്സേജ് ചെയ്യുക,
സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ അടുത്ത വീഡിയോ നിങ്ങൾക്ക് വരത്തുള്ളൂ, ഇല്ലെങ്കിൽ വീഡിയോ വരത്തില്ല. അതേ ഉള്ളൂ. അപ്പോൾ വീണ്ടും കാണാം. അടുത്തൊരു വീഡിയോ ആയിട്ട്, നമ്മൾ അടിപൊളി വീഡിയോ ആയിട്ട് ഉടനെ വന്നിരിക്കും.